ഒരിക്കൽ കൂടി കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? സ്വത്രം. നമുക്ക് സന്തോഷിപ്പാൻ ഒരു കാര്യമുണ്ട്. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് സ്വത്രം ഉയരങ്ങളിൽ എനിക്ക് വേണ്ടിയുണ്ട്. അവൻ എന്നെ ചേർപ്പാൻ വേഗം വരും. അവനെ എതിരേൽപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ സന്തോഷം? സ്വത്രം. പോരാ, ഇത് പോരാ. കർത്താവ് വീണ്ടും വരും. അവൻ എന്നെ ചേർക്കുവാനാ വരുന്നതെന്ന് വിശ്വാസമുള്ളവർ കരമുയർന്ന അല്ലല്ലേ പറ. ഈ നല്ല രാത്രികാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ കൂടപ്പിറപ്പുകൾക്കും ലോകമെമ്പാടും മീഡിയയിലൂടെ എൻ്റെ ഈ ശബ്ദം എത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, എന്നെ ഈ മീറ്റിങ്ങിനായി ക്ഷണിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനും കുടുംബത്തിനും ഉള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ആരും കണ്ണു തുറന്നു നോക്കരുത്. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങളെ കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന് രാത്രികാലം പറയണം, കർത്താവേ, എന്നെ ചുറ്റുമുള്ളവർ അറിയുന്നില്ലെങ്കിലും നീ എന്നെ അറിയുന്നുണ്ട്. എൻ്റെ കണ്ണുനീരിൻ്റെ കൂടപ്പുറപ്പും കുഞ്ഞുങ്ങളും കൂട്ടാളിയും കണ്ടില്ലെങ്കിലും നീ കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ കരം എൻ്റെ മേൽ നിന്ന് വെക്കണമേ. എൻ്റെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ചിന്താകുലങ്ങൾ, എൻ്റെ ശരീരാത്മതകളെ ബലഹീനമാക്കുന്ന രോഗാത്മാവിൻ്റെ മണ്ഡലങ്ങൾ, എൻ്റെ കുടുംബത്തോട് വാദിച്ചു നിൽക്കുന്ന ദേശാധിപതി ശക്തികൾ എന്നെ നിർത്തുകയില്ല, മുൻപോട്ട് പോകാൻ വിടുകയില്ല, ജീവിതത്തിനൊരു ഉദ്ധാരണവും നന്മയും കാണുവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പിശാചിനെ തകർക്കുവാൻ കർത്താവേ അങ്ങേക്ക് കഴിയുമല്ലോ എന്ന് പറ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ കർത്താവിന്റെ രാത്രികാലം ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മേൽ അവന്റെ കരം വയ്ക്കും. നീ നിന്നെ തന്നെ യേശുവിന്റെ കരത്തിൽ നിന്ന് വിട്ടുകൊടുത്തിട്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ അത്തരം തോറും ദൈവത്തെ സ്തുതിച്ച് കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ബന്ധനമഴിയും, കെട്ടുകളഴിയും, ആരാധനയെന്ന് പാട്ടുകാരൻ പറയുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവപ്പകലെ നിന്നെ ബന്ധിപ്പാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും ഒരു മന്ത്രവാദത്തിനും ഒരു ഗൂഢപാത്രത്തിനും കഴിയില്ല. കാരണം നിന്നെ ശക്തനാക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. അവനത്രേ ഇന്നേക്ക് 2025 വർഷത്തിന് മുമ്പ് കാൽവറി ക്രൂശിൽ നിനക്കും എനിക്കും വേണ്ടി നിന്നെ ഇവന്റെ പാപത്തിന് പരിഹാരമായി പ്രായശ്ചിത്തമായിട്ട് മരണത്തെ പാതാളത്തെ ജയിച്ച് ഉയരത്തിലേക്ക് പോയ എന്റെ കർത്താവ് വേഗം വരുമെന്ന് പറഞ്ഞ അവന്റെ മഹത്വം ഇന്ന് രാത്രികാലം ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ടെ, അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ ദൈവം തന്നിട്ടുള്ള ബലമുള്ള കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും എന്റെ കുഞ്ഞു നിനക്ക് ചവിട്ടുവാൻ അധികാരം തന്ന സർവശക്തനുണ്ടല്ലോ. ഇന്ന് രാത്രികാലം നിന്നോട് പറയുക, നീ കരയണ്ട എന്ന്. നീ കരയണ്ട എന്ന്. നിന്റെ കണ്ണുനീര് കാണുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. നിന്റെ ഹൃദയം സന്തോഷിക്കുന്നത് കാണുവാനാ എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് സ്തുതിയും ആരാധനയും പുറത്തു വരുമ്പോൾ നിന്റെ കണ്ണുനീര് ആനന്ദമാകും. കുഞ്ഞെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി ഉണ്ടല്ലോ, അത് സകലതിനെ നശിപ്പിക്കുന്നതല്ല, സകലതിനെ പണിതെടുക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ നീ ഒരു പണിയായുധമായി ക്രിസ്തുവിന്റെ കരങ്ങൾ നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. സ്വർഗ്ഗം നിന്നെ ഒരു മാനപാത്രമാക്കി പണിതെടുക്കും. ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല.
തന്നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. ചേർന്ന് പാടാമോ? ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. വല്ലഭൻ ചൊല്ലിൽ എല്ലാമാകും, ഇല്ല വേറില്ല നാമം. നന്മതി പോലുള്ള ദുഃഖവും വൻകരത്താൽ നീങ്ങിടും. നേരിന്റെ വഴി നടന്ന നന്മകൾ ദിനവും നൽകുമേ. നീതിമാൻ സൈന്യത്തിൻ നായകൻ, വിശ്വസ്തനും നീതിമാനും പരിശുദ്ധനുമായ ദൈവമേ, ഈ കൺവെൻഷന്റെ 2ാം രാത്രികാലം അവിടുത്തെ തിരുക്കരത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആലയവും പരിസരവും ദൂതന്മാരുടെ കാവലാക്കണമേ. അവിടുത്തെ ദാസനായ മോശയുടെ നാവിൽ ഒരു ശക്തി പകർന്ന ദൈവമേ, അടിയന്റെ നാവിനെ ബലപ്പെടുത്തണം. കടന്നു വന്ന നിന്റെ മക്കളെ ഇന്ന് രാത്രികാലം അനുഗ്രഹിച്ച് മടക്കി വയ്ക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ. സന്തോഷത്തിന്റെ കർമ്മത്തിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ഈ രാത്രികാലത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-20 വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-20 വാക്യം. Praise the Lord. നിങ്ങൾ മനസ്സു വച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ സർവശക്തനായ ആത്മാവിലൂടെ എഴുതി വച്ചിരിക്കുന്നുവെങ്കിൽ ദേശത്ത് പാർത്തു വിശ്വസ്തത ആചരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നന്മ പോകുമെന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നീ നന്മ അനുഭവിക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ നന്മ അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട നീ ദൈവത്തിൻ്റെ വചനമെന്തു പറയുന്നുവോ അതനുസരിച്ച് ദൈവത്തിന് നിൽപ്പാൻ തയ്യാറായാൽ നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. ലോകം പറയുന്നത് കേട്ട്, മനുഷ്യൻ പറയുന്നത് കേട്ട്, ലോകത്തിൽ നിന്റെ കണ്ണിന് കാണുന്നത് കണ്ട് അവരും ഇവരും വീണ് കിടക്കുന്ന കണ്ടിട്ട് നീ വീഴുമെന്ന് പറയാതെ എന്നെ ശക്തനാക്കുന്നവൻ ഒരുവനുണ്ട്, അവനത്ര ഞാൻ സേവിക്കുന്ന എൻ്റെ രക്ഷകനായ യേശു കർത്താവ്. ആ കർത്താവ് എന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ തിന്മ തൊടുകയില്ല, നന്മ അനുഭവിക്കും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്നയോളം എന്നെ നടത്തിയത് സർവശക്തനായ ദൈവമാണെന്ന്, ഇന്നയോളം എനിക്ക് വേണ്ടി കരുതിയത് സ്വർഗത്തിൽ ദൈവമാണെന്ന്, എനിക്കൊരു കുടുംബം തന്നത് സ്വർഗത്തിൽ ദൈവമാണെന്ന്, എനിക്കൊരു കൂട്ടാളിയെ തന്നത് സ്വർഗത്തിൽ ദൈവമാണെന്ന്, എനിക്കൊരു ഭവനം തന്നത് സ്വർഗത്തിൽ ദൈവമാണെന്ന്, എനിക്ക് വാഹനം തന്നത്, എനിക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്നത് സ്വർഗത്തിൽ ദൈവമാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയുന്നവർ ഇന്ന് രാത്രികാലം കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്, അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ ഒരു നാളും തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് സ്തോത്രം, അവർ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ കഴുകനെ പോലെ വാനവരിലേക്ക് ചിറകടിച്ചുയരുമെന്ന്. കുഞ്ഞെ, നിന്നെ താഴ്ത്തുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ തലമുറയെ ബന്ധിക്കുവാൻ, നിന്റെ കൂട്ടാളിയെ നന്മയെ കെടുത്തുവാൻ പിശാച് പോരാടി വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ മുൻപാകെ കടന്നു വരുമ്പോൾ നീ പറയണം, പിശാചെ മാറി നില്ല്. അതിനുള്ള അഭിഷേകം ഈ രാത്രികാലം പ്രാപിച്ചു വേണം ഇവിടെ നിന്ന് മടങ്ങുവാൻ. സ്തോത്രം. നിങ്ങൾ മനസ്സ് വച്ച് കേട്ട്
അനുസരിക്കുന്നുവെങ്കിൽ, ശ്രദ്ധയോടെ കേൾക്കണമേ, സ്വത്രം, മനസ്സു വച്ച് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദേശത്തിലെ നന്മ കാണും. സ്വത്രം, ലോകം പറയുന്നതല്ല കേട്ടനുസരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് കേട്ട് അനുസരിപ്പാൻ ഇന്ന് രാത്രികാലം ആര് തയ്യാറാകുമോ അവരുടെ മുഖം നോക്കാതെ സ്വർഗം അവരെ അനുഗ്രഹിക്കും. കരമീർത്ത് ഹല്ലേലൂയ പറഞ്ഞേ. സ്വതന്ത്രം വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യം. എടുത്തവർക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 1-2. ഒന്നുകൂടെ വായിച്ചേ. നല്ല തേൻ, നല്ല പേർ. സ്വത്രം. ഇപ്പം നമുക്കൊക്കെ ഒരു നല്ല പേര് ദൈവം തന്നിട്ടുണ്ട്. സ്വത്രം. ആ പേര് സുഗന്ധമായി മാറണമെങ്കിൽ, ലോകം അതിനെ മഹത്വത്തിലേക്ക് ഉയർത്തണമെങ്കിൽ, നീ ലോകത്തിൽ കാണുന്നതിൻ്റെ പുറകെ പോയാൽ പറ്റത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്, സ്വത്രം, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അതുപ്രകാരം നീ നിൽക്കണമെന്ന്. സ്വത്രം. എത്ര പേര് ഇന്ന് രാത്രികാലം അതിന് തയ്യാറാകും? സ്വത്രം. നോക്ക് മകനെ, നിൻ്റെ വാക്കുകൾ നീ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. സ്വത്രം. സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായം 1-2 വാക്യം. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ. സ്വത്രം. ദൈവത്തിൻ്റെ കൽപ്പന എന്താണെന്ന് നമുക്കറിയാമോ? സ്വത്രം. ദൈവം കൽപ്പിച്ചതിതാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. നോക്ക്, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ ദൈവങ്ങൾ ഉണ്ട്, ദൈവം ഒരുവനേ ഉള്ളൂ. അല്ലോ, ഇവിടെ ഉണ്ടോ എല്ലാവരും? ദൈവങ്ങൾ ഒരുപാടുണ്ട്. കൊണ്ടുവച്ചെടുത്ത് കല്ലുപോലെ ഉറപ്പായി ഇരിക്കുന്ന, കേൾപ്പാൻ ചെവിയില്ലാത്ത, കണ്ണുണ്ടെങ്കിലും കാണുവാൻ കഴിയാത്ത, നാവുണ്ടെങ്കിലും സംസാരിപ്പാൻ കഴിയാത്ത ഒരുപാട് കല്ലായ ദൈവങ്ങളും ഒരുപാട് മനുഷ്യ ദൈവങ്ങളും ഉള്ള ഈ ഭൂമിയിൽ, സ്വത്രം, സ്വർഗത്തിലെ ദൈവം പറയുക, അണ്ടകടാകങ്ങൾ ഉരുവാക്കി നിനക്കായുസ്സും ആരോഗ്യവും ബലവും തന്ന് ഇന്നയോളം നിനക്ക് നീ അറിയാതെ, നീ ചോദിക്കാതെ, നീ ശ്വസിക്കുന്ന വായു നിന്നു പോകാതെ ഇന്ന് വരെ നിനക്ക് തന്നെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ ആര് തയ്യാറാകുമോ അവരുടെ മുഖം നോക്കാതെ സ്വർഗം അവരെ അനുഗ്രഹിക്കും. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. അടുത്ത പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ? നിന്റെ ജീവനെ കെടുത്തിക്കളയുവാൻ, നിന്റെ മുൻപോട്ടുള്ള ശുഭയാത്ര അത് കണ്ണുനീരിലാക്കുവാൻ, നിന്റെ നന്മകളെ ചോർത്തി നിന്നെ പട്ടിണിക്കിടുവാൻ, ലോകരുടെ മുമ്പിൽ നിന്റെ തല കുനിപ്പിക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കി. സ്വത്രം.
ചുറ്റും നിന്ന് വാടകോരി നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒതുക്കിക്കെട്ടി ജയഘോഷം കൊള്ളുവാൻ അവൻ തന്ത്രങ്ങളെ മെനഞ്ഞ് നിന്നെ സമീപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ സ്വത്രം ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം നിന്നേ മതിയാകൂ. സ്വത്രം. ഒരാൾ എന്നോട് ചോദിക്കുക, എൻ്റെ പാസ്റ്ററെ, നിങ്ങൾ പറയുന്ന ഈ ദൈവം സ്വത്രം നിങ്ങൾക്ക് മാത്രമേ രക്ഷയായി തീർന്നുള്ളോ, അതോ ഞങ്ങൾക്കും രക്ഷയാകുമോ? ഇന്ന് രാത്രികാലം പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നീ ഏത് ജാതിയിൽപ്പെട്ട, ഏത് മതത്തിൽപ്പെട്ട, ഏത് കുടുംബത്തിൽപ്പെട്ട, ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും സർവശക്തനായ ദൈവം നിൻ്റെ അരികത്തേക്ക് വന്നിട്ട് പറയും, ഭയപ്പെടണ്ട മോനെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാ. നിന്നെ കുഴിയിൽ തള്ളിയിടുവാനല്ല, കുഴിയിൽ നിന്ന് കരകയറ്റുവാനാണ് ഞാൻ വന്നത്. നിന്നെ കണ്ണുനീരിൻ്റെ ആഴങ്ങളിൽ തള്ളിയിടാനല്ല ഞാൻ വന്നത്, കണ്ണുനീർ തുടച്ച് മാനിക്കാനാണ് വന്നത്. രോഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിന്നെ കൊണ്ട് തള്ളിയിടുവാനല്ല, രോഗത്തിൽ നിന്ന് വിമുക്തനാക്കി നിന്നെ സന്തോഷത്തോടെ കരം പിടിച്ച് നടത്തുവാനാ. അങ്ങനെങ്കിൽ ജീവിച്ചിരുന്ന് നന്മ കാണേണ്ടതിന് ലോകത്തിലേക്കല്ല നോക്കേണ്ടത്, നിന്നെ ഉരുവാക്കി ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ട് നീ ഇന്ന് രാത്രിക്കാലം പറയാം, അപ്പ ഞാൻ ഒന്നുമില്ല, ഞാൻ കുറവുള്ളവനാ, ഞാൻ കുറവുള്ളവളാ. എന്നാൽ സകല കുറവും തീർത്ത് നീ എന്നെ സ്നേഹിക്കാൻ സ്വർഗ്ഗലോകം പിടിച്ച് താളലോകത്തിലേക്ക് വന്നെങ്കിൽ അപ്പ നീ എന്നെ തള്ളിക്കളാതെ ചേർത്ത് പിടിക്കുവാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമെന്ന് ഇന്ന് രാത്രികാലം കുഞ്ഞ് നീ ഒന്ന് പറഞ്ഞു നോക്ക്. നിന്റെ കുടുംബ പശ്ചാത്തലം നോക്കത്തില്ല, നിന്റെ വിദ്യാഭ്യാസം നോക്കത്തില്ല കേട്ടോ, നിന്റെ മറ്റ് സാമ്പത്തിക നിലവാരങ്ങൾ ഒന്നും നോക്കത്തില്ല. നിന്റെ ഹൃദയത്തിനകത്ത് നീ ചോദിക്കുന്നത്, നീ ചിന്തിക്കുന്നത് തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രികാലം ആമേൻ പറ. വചനം പറയുന്നു, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. സ്വത്രം. ഇന്ന് അനേകരുടെ ആയുസ് എപ്പോൾ നഷ്ടപ്പെടുമെന്ന് അറിയാൻ കഴിയാതെ മനുഷ്യൻ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടിക്കൊണ്ടിരിക്കുക. സ്വത്രം. ഈ ഓടുന്ന ഓട്ടത്തിൽ തനിക്ക് നിൽക്കാൻ എപ്പോഴാ തോന്നുന്നെന്ന് ചോദിച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചിലർ പറയും, എന്തിനാ ബ്രദറെ, എന്തിനാ സിസ്റ്ററെ ഇങ്ങനെ കിടന്ന് ഈ വെപ്രാളപ്പെടുന്നത്? ഇന്നടുത്തൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. സ്വത്രം. അവിടെ പോയാൽ നിൻ്റെ കാര്യമെല്ലാം റെഡിയാവും. സ്വത്രം. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കും, ഇന്ന രോഗത്തിന് മരുന്നുണ്ടോ, ഇന്ന രോഗത്തിന് മരുന്നുണ്ടോ, ഇന്ന രോഗത്തിന് മരുന്നുണ്ടോ? ഉണ്ട്. സ്വത്രം. ഇല്ലാത്ത പൈസ ഒപ്പിച്ച് നേരെ ഡോക്ടറെ കാണാൻ ചെല്ലുക. സ്വത്രം. ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഇന്ന് പണ്ടത്തെ ഡോക്ടർമാരാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അടുത്തൊരു കസാര ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. അടുത്ത് ചെന്നിരിക്കുമ്പോൾ തന്നെ മുതുകത്തൊന്ന് തട്ടിയിട്ട് പറയും, എന്തു പറ്റി? സാരമില്ല കേട്ടോ, എല്ലാം ശരിയാവും. ഒന്നുമില്ലെന്നേ. ഇന്നത്തെ ഡോക്ടർമാരാണെങ്കിലോ സ്വത്രം. നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോകാത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വത്രം. ദൂരെ ഇരുന്നുകൊണ്ട് ചോദിക്കും, എന്താ ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ? ഇത് കേൾക്കുമ്പോഴേ ഉള്ള ജീവൻ പകുതിയും പോവും. ഡോക്ടറെ, ഞാൻ ഇന്ന് വരെ അത് നോക്കിയിട്ടില്ല, അതപ്പോൾ നോക്കിയിട്ട് വാ. ടെൻഷൻ കൂടാൻ തുടങ്ങി. സ്വത്രം. നോക്ക്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നടന്ന നീ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ഓടേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ നിൻ്റെ 10 രൂപ ഒരു മനുഷ്യനും നീ അറിയാതെ കൊണ്ടുപോകത്തില്ല. സ്വത്രം. നോക്ക്, നീ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാ. സ്വത്രം. ഒരു തമാശ രൂപേണ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം കൂടെ എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ. എൻ്റെ ബ്രദറെ, ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പം ഡോക്ടർ 500 ടെസ്റ്റിന് എനിക്ക് എഴുതി തന്നു. അവസാനം എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക്? ഈ ടെസ്റ്റിനകത്തൊന്നും ഞാനൊരു കുഴപ്പവും കാണുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഫുൾ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വരാൻ. സ്വത്രം.
അദ്ദേഹം പോയി ഫുൾ ബോഡിയും ചെക്കപ്പ് ചെയ്തു. തിരിച്ച് വന്നിട്ട് ചോദിച്ചു, ഡോക്ടറെ ആ റിസൾട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിങ്ങളുടെ വല്യപ്പച്ചന് വല്യമ്മച്ചിക്ക് ആ രോഗമുണ്ടായിരുന്നോ, ഈ രോഗമുണ്ടായിരുന്നോ, പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും രോഗമുണ്ടായിരുന്നോ? എനിക്ക് അറിയത്തില്ല ഡോക്ടറെ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഞങ്ങളുടെ അപ്പൻ്റെ അപ്പന് നെഞ്ചിനകത്തൊരു വേദന ഉണ്ടായിരുന്നു. സൂക്ഷിക്കണം. അല്ല, ഇവിടെ ഉണ്ടോ? സ്വത്രം. സൂക്ഷിക്കണം. നിങ്ങൾക്ക് അറ്റാക്ക് വന്ന് തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഗുളി എഴുതി തരാം. അത് കൊണ്ടുപോയി തിന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരണം. സ്വത്രം. സ്വത്രം. കേൾക്കുന്നത് ശ്രദ്ധയോടെ കരുതണേ. സ്വത്രം. അവൻ നെഞ്ചത്ത് കൈവച്ചിട്ട് ആ ഡോക്ടർ എഴുതി കൊടുത്ത തുണ്ടുമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആ തുണ്ട് അങ്ങോട്ട് കൊടുത്തപ്പം ആ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പോൾ ഒരു മിണ്ടത്തില്ല, പക്ഷെ പണ്ടുള്ളവർ മിണ്ടും കേട്ടോ. സ്നേഹിത, എന്തിനാ ഈ വിറ്റമിൻ ഗുളിക ഇത്രയും നിങ്ങൾക്ക്? വിറ്റമിൻ ഗുളികയോ? ഇത് നിങ്ങളുടെ രോഗത്തിനുള്ള മരുന്നല്ല. നിങ്ങൾക്കൊരു രോഗവുമില്ല, റിസൾട്ടിനകത്തൊന്നുമില്ല. ഇത് വിറ്റമിൻ ഗുളികയാ. ഡോക്ടർ എന്താ പറഞ്ഞു? ഹലോ, ഇവിടെ ഉണ്ടോ? അടുത്ത ആഴ്ച ഇത് തിന്നിട്ട് വരണം. നീ അടുത്ത ആഴ്ച ഇത് തിന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിനക്ക് ഷുഗറും പ്രഷറും കൂടുതലാണ്, പിന്നെ നീ പോകത്തില്ല ചെക്ക് ചെയ്യാൻ. സ്വത്രം. ഇങ്ങനെ നിന്നെയും എന്നെയും കബളിപ്പിച്ച് നിൻ്റെയും എൻ്റെയും സന്തോഷം തല്ലിക്കെടുത്തി നിന്നെയും എന്നെയും ഒരു നിത്യരോഗിയാക്കി മാറ്റുന്ന ലോകത്തിൻ്റെ മനുഷ്യരെ കണ്ടിട്ട് നീ അവർ പറയുന്ന കേട്ടുകൊണ്ട് പോകാതെ ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് നോക്കിയിട്ട് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവമുഖത്തേക്ക് നോക്കി പറയണം, കർത്താവേ അങ്ങ് പറഞ്ഞതാണ്, ഒരനർത്ഥവും എനിക്ക് വരത്തില്ലെന്ന്, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിക്കാലം എന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന, എൻ്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറയുന്ന, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ മുടിക്കുമെന്ന് പറയുന്ന ഈ പിശാചിനെ തകർക്കാൻ അങ്ങ് എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരണമെന്ന് ഇന്ന് രാത്രിക്കാലം നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നീ ഒന്ന് പറഞ്ഞു നോക്കൂ കുഞ്ഞെ. സ്വർഗം ഓൺ ദ സ്പോട്ടിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയ മനുഷ്യൻ സമാധാനമില്ലാതെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടുക. പിശാചലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചിന്തിച്ച് ഊടാടി സഞ്ചരിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് പിശാചിൻ്റെ വാക്ക് കേട്ട് പുറകോട്ട് നോക്കാതെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നു അതനുസരിച്ച് മുൻപോട്ട് ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ നീ തയ്യാറായാൽ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെയോ നിന്റെ കുടുംബത്തെയോ തൊടത്തില്ല കുഞ്ഞെ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ കർത്താവിനെ രക്ഷിതാവും കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, സ്തോത്രം, ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ഒരു പിശാചിനെയും നിന്നെ തകർക്കാൻ വിട്ടുകൊടുക്കത്തില്ല. സ്വത്രം. ഒരു ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ കേൾക്കണേ. കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് പറഞ്ഞതാ, പാസ്റ്ററെ വല്ലാത്ത പോരാട്ടമാ പാസ്റ്ററെ, എങ്ങോട്ട് തിരിഞ്ഞാലും പോരാട്ടമാ. സ്വത്രം. അവരും ഇവരും ഒക്കെ എനിക്ക് വേണ്ടി കൂടുപാത്രം ചെയ്തിരിക്കുക, അതുകൊണ്ട് ഇപ്പോൾ സ്വസ്ഥതയില്ല. എപ്പോ നീ അത് നിന്റെ കാതിൽ കേട്ട് ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചോ, അവർ പറഞ്ഞത് ഇവർ പറഞ്ഞതും നിന്റെ കാതിൽ കേട്ട് നിന്റെ ഹൃദയത്തിനകത്ത് നീ സംഗ്രഹിച്ചോ, അന്നേരം മുതൽ ആ പോരാട്ടം തുടങ്ങിയത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല എന്ന്. മന്ത്രവാദിയെ പേടിക്കുന്ന വിശ്വാസിയെ, കൂടുപാത്രത്തെ പേടിക്കുന്ന വിശ്വാസിയെ, ദേശത്തെ അവിടെ ഇവിടെ ഇരിക്കുന്ന ജീവനില്ലാത്തതിനെ കണ്ട് ഭയപ്പെടുന്ന വിശ്വാസിയെ നിന്നെ വിശ്വാസി എന്നല്ല പറയുന്നത്, അവിശ്വാസി എന്നാ പറയുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിൽ മതിയായവൻ എന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നീ നിന്റെ നാവ് കൊണ്ട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഒരന്ധകാര ശക്തിയും നിന്നെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ ഭയപ്പെട്ടാൽ, ലോകം പറയുന്നത് കേട്ട്, മനുഷ്യൻ പറയുന്നത് കേട്ട് നീ ഭയപ്പെട്ടാൽ ഈ സകല പിശാചും നിന്റെ മേൽ കുതിര കയറും. സ്വത്രം. നമുക്ക് വായിക്കാം ഹോശയ്യയുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം.
സ്വത്രം. പെട്ടെന്ന് വചനമെടുക്കണേ. ഞാൻ ഇന്നലെ ഈ വചനം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു പോകാൻ പറ്റും, പക്ഷെ നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. വിശുദ്ധ തിരുവഴുത്തിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതോ പെന്തിക്കോസ്തുകാരുടെ ഇറക്കുമതിയാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തണേ. ബരോവക്കാരെ പോലെ അവർ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം കാതുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് വന്നിട്ട് അവർ വചനത്തിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ആമേൻ പറഞ്ഞു. അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ വിശുദ്ധ തിരുവഴുത്തിലില്ലാത്ത ഒരു കാര്യവും ഇന്ന് രാത്രികാലം ഇവിടെ ഘോഷിക്കത്തില്ല. വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്ത് ആമേൻ പറയാൻ തയ്യാറായാൽ ഏതൊക്കെ മേഖലയിൽ നിനക്ക് തകർച്ച വന്നിട്ടുണ്ടോ അതിനെയൊക്കെ പണിതെടുത്ത് പുതുക്കത്തിന് അനുഭവത്തിൽ ഉയർച്ചയാക്കി മാറ്റുന്ന ഒരു യേശു ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഉലാവിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കണം. വായിക്കാം ഹോശയ്യ 4:1-2. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഒരു സെക്കൻഡ് സ്വത്രം. നമ്മൾ ഇസ്രായേൽ മക്കളാണോ? സ്വത്രം. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് നമ്മളെക്കുറിച്ചല്ല പറയുന്നത്, അങ്ങ് ഇസ്രായേലിലുള്ള സ്വത്രം ഇസ്രായേൽ ജനതയോടെ പറഞ്ഞുകൊണ്ട് നമ്മളത് കേൾക്കണ്ട. സ്വത്രം. എന്നാൽ വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി പറയുന്നു, യാക്കോബിൻ്റെ സന്തതി സ്വത്രം അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് തിരുവഴുത്ത് പറയുന്നെങ്കിൽ, വെള്ളത്താലും ആത്മാവിലും ജനിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും സ്വീകരിച്ച നീ വാഗ്ദത്ത ഇസ്രായേലിൻ്റെ സന്തതിയാ. സ്വത്രം എന്ന് പറയുന്ന വാഗ്ദത്ത നാട്ടിൽ നിന്നെ കൊണ്ടെത്തിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാരൊരു വില കൊടുത്തു. സ്വത്രം. ആ വിലയുടെ മറുവില വീണ്ടെടുപ്പുമാ യേശുക്രിസ്തു മൂലം നിനക്കും എനിക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ നിന്നോടാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ. സ്വത്രം. കേട്ടിട്ട് കേൾക്കാതെ, കണ്ടിട്ട് കാണാതെ, സ്വത്രം മറ്റെല്ലാം കണ്ടിട്ടും ഗ്രഹിച്ചിട്ടും അതിനെയൊക്കെ ഹൃദയത്തിൽ കൊണ്ടിട്ടും ദൈവവചനം ഗ്രഹിക്കാതെ നീ ഈ ഭൂമിയിൽ ജയിക്കാമെന്ന് ആഗ്രഹിച്ചാൽ നിന്റെ വിജയം പരാജയമാകുമെന്ന് വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി പറയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഈ രാത്രികാലം ശ്രദ്ധ വെച്ച് കേട്ടാൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ ഉയർച്ച പ്രാപിക്കും. നിന്നെ ഉയർത്തത്തില്ല, നീ ഉയരാൻ സമ്മതിക്കത്തില്ല, നീ ഒരു നന്മ അനുഭവിക്കാൻ നിന്നെ വിടത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒരു പൂർണ്ണത ഉണ്ടാകത്തില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു പൂർണ്ണത വെളിപ്പെടത്തില്ലെന്ന് ലോകം പറയും. സ്വത്രം. നിന്റെ സ്നേഹിതർ പറയും, നിന്റെ കുടുംബക്കാർ പറയും. എന്നാൽ ഇന്ന് രാത്രികാലം കർത്താവ് പറയാ, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പിശാചിന്റെ ഒരു തന്ത്രവും നിന്റെ മേൽ ഫലിക്കാതെ ഞാൻ എൻ്റെ ദൂതന്മാരെ കൊണ്ട് നിന്നെ കാവലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ ആമേൻ പറയാനാ പറയുന്നത്. സ്വത്രം. വായിച്ചോച്ചാ. സ്വത്രം. സർവശക്തനായ ദൈവത്തിന് ദേശത്തുള്ള മനുഷ്യരോട് ഒന്ന് പറയാനുണ്ട്. സ്വത്രം. നോക്ക്, സർവശക്തനായ ദൈവം പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വരുവാനുള്ള കോപാഗ്നി നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ഈ വചനം ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ച് അത് പ്രകാരം നീ നിന്നാൽ നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛാ നിർത്തി വായിക്കണേ. സ്വത്രം. ഇതൊന്ന് കേൾക്കണം. ദേശത്ത് സത്യമില്ല, സകലതും കള്ളത്തരത്തിലൂടെ നേടുന്നവരാ. സത്യസന്ധമായി ദൈവത്തിൻ്റെ നീതിപ്രകാരം കാര്യം സാധിക്കുവാൻ ആരും നിൽക്കാൻ സമയം കണ്ടെത്തുന്നില്ല. സ്വത്രം. കള്ളത്തരത്തിലൂടെ ആരെ ചതിച്ചും കളിപ്പിച്ചും വെട്ടിച്ചും തകർത്തും കാലുവാരിയും കൈയിട്ടുവാരിയും പണമുണ്ടാക്കാൻ ഓടുമ്പം കുഞ്ഞെ നീ മറന്നു പോകല്ലേ, തിന്നാൻ നിനക്ക് ഭാഗ്യമുണ്ടാവത്തില്ല. നീ അനുഭവിക്കേണ്ടുന്ന നന്മ മറ്റുള്ളവർ കൊണ്ടുപോകാതെ ഇരിക്കണമെങ്കിൽ സത്യത്തിൻ്റെ വഴിയിൽ, യേശുക്രിസ്തു പഠിപ്പിച്ച വഴിയിൽ, വഴിയും സത്യവും ജീവനാകുന്നു എന്ന് പറഞ്ഞ യേശുവിനെ നോക്കി നീ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നീ താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച പ്രാപിക്കും. സ്വത്രം. വായിച്ചോച്ചാ. ഒരു ദയയുമില്ല. സ്വത്രം. കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിൽ 10 സ്വഭാവക്കാരാ. പരസ്പരം
സ്നേഹമോ ദയയോ കൂട്ടായ്മയോ ഇല്ല. കാരണം കൂടപ്പുറപ്പാണെങ്കിൽ പോലും തൻ്റെ അവകാശത്തെ അവൻ വാങ്ങും, തൻ്റെ അവകാശത്തെ അവൾ വാങ്ങും. അതുകൊണ്ട് എൻ്റെ അവകാശം ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് സ്വത്രം നോക്ക്, പരസ്പരം തങ്ങളി പിരിഞ്ഞ് 4 വഴിക്ക് നിൽക്കുക. കുഞ്ഞേ, ദൈവം തരാത്ത നന്മ എന്ത് നിൻ്റെ കരങ്ങളുണ്ടെങ്കിലും അത് അനുഭവിക്കുന്ന നിനക്കുണ്ടല്ലോ സ്വസ്ഥത ഉണ്ടാകത്തില്ല. കരമൊന്നും ഉയർത്തില്ല, ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. ദൈവം തരാത്ത നന്മ നിൻ്റെ കരത്തിലുണ്ടെങ്കിൽ, മറ്റൊരുവൻ്റെ വിയർപ്പിൻ്റെ ഫലം നിൻ്റെ കരത്തിലുണ്ടെങ്കിൽ, കളിപ്പിച്ചും വെട്ടിച്ചും തട്ടിച്ചും പിടിച്ചു പറിച്ചും നിൻ്റെ കരത്തിൽ നീ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിന്നാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകത്തില്ല. നീ അതിൻ്റെ വില കൊടുക്കുന്നത് വളരെ ദയനീയമായിരിക്കും. വചനം പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നന്മ പോകുമെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വിയർപ്പൊഴുക്കി അപ്പം ഭക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ വിയർപ്പിൻ്റെ കണം ഭൂതലത്തിൽ വീഴുമ്പോൾ സ്വർഗത്തിലെ നിന്നെ കാണും. സ്വത്രം. അടുത്ത വാക്യം. സ്വത്രം. ദൈവപരിജ്ഞാനമില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ദൈവിക പരിജ്ഞാനമുണ്ട്? സ്വത്രം. അങ്ങനെയുള്ളവർ മാത്രം കരമരുത്ത് ഹല്ലേലൂയ പറഞ്ഞേ. സ്വത്രം. ഞാൻ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ടോ? ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവർ, ദൈവത്തിൻ്റെ വചനം ചുമക്കുന്നവർ, ദൈവത്തെ ഉയർത്തുന്നവർ, ഇന്ന് രാത്രിക്ക് ഒരു ഹല്ലേലൂയ പറ. സ്വത്രം. ഈ ശബ്ദം കാഹളം പോലെ അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് നിൻ്റെ വേദനകൾ മാറ്റി, നിൻ്റെ രോഗത്തിന് സൗഖ്യം തന്ന്, നിൻ്റെ ഹൃദയത്തിനകത്തെ സമാധാനം തന്ന് നിന്നെ ജയത്തോടെ നടത്തും. അതുകൊണ്ട് സത്യവും ദയയുമില്ലാത്ത ലോകത്തിൽ, പരിജ്ഞാനമില്ലാത്ത ലോകത്തിൽ പരിജ്ഞാനം തരാമെന്ന് പറഞ്ഞ്, സത്യത്തിൽ നിന്നെ വഴി നടത്താമെന്ന് പറഞ്ഞ്, ദയയോടെ നിന്നെ കാത്തു പരിപാലിക്കാമെന്ന് പറഞ്ഞ് ഒരുവനേ ഉള്ളു, അതെൻ്റെ കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവിന് നിന്റെ ഹൃദയത്തെ നീ ഒന്ന് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കർത്താവ് നിന്നോട് കൂടെ വരും. നീ പോകുന്നിടത്ത്, നീ വരുന്നിടത്ത്, നീ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഒരു ശുഭഭാവി നിനക്കുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. സ്വത്രം. സ്വത്രം. അമ്മാമേ നിർത്തണേ. അവർ ആണയിടുന്നു. സ്വത്രം. സഹോദര, നീ എൻ്റെ പേന എടുത്തായിരുന്നോ? സ്വത്രം. പേന അവൻ്റെ പോക്കറ്റിൻ്റെ അടിക്കത്തെ പോക്കറ്റിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ്വത്രം. ഞാൻ ചോദിക്കുക, സഹോദര നീ എൻ്റെ പേന എടുത്തായിരുന്നോ? ഇല്ല പാസ്റ്ററെ, ഞാൻ എടുത്തതേ ഇല്ല, ഞാൻ കണ്ടതേ ഇല്ല. സ്വത്രം. ബ്രദറെ, നിങ്ങൾ എടുക്കുന്നത് ഞാൻ കണ്ടല്ലോ. അവരും കണ്ടതാ, ഇവരും കണ്ടതാ. സത്യമായിട്ട് ദൈവത്തിലാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വത്രം, അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നിന്നെങ്കിൽ ദൈവം എന്നോട് കണക്ക് ചോദിക്കട്ടെ. സ്വത്രം അല്ലേ? ഇതല്ലേ നമ്മൾ പറയുന്നത്? ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലം, നീ ചെയ്ത കള്ളസത്യത്തിൻ്റെ സ്വത്രം ഫലം നീ അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകത്തില്ല കേട്ടോ. സ്വത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അന്യൻ്റെ മുതലിനെ നീ ആഗ്രഹിക്കാതെ നിൻ്റെ ആഗ്രഹം നീ ദൈവത്തോട് പറ. സ്വർഗീയ കലവറ തുറന്ന് അവൻ നിന്നെ വേണ്ടുവോളം നിറയ്ക്കും. സ്വത്രം. സ്വത്രം. സന്തോഷത്തോടെ കരമേർത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. സ്വത്രം. വായിച്ചോ. അവർ ആണയിടുന്നു, ഫോഷ്ക്ക് പറയുന്നു. സ്വത്രം. സ്വന്തം കൂടപ്പുറപ്പിനെ പോലും കൂടെ നിർത്തിക്കൊണ്ട്, ഞാൻ അവനെ അറിയത്തില്ല, ഞാൻ അവളെ അറിയത്തില്ല, അതെൻ്റെ അപ്പനല്ല, ഇതെൻ്റെ കൂടപ്പുറപ്പല്ലെന്ന് പറഞ്ഞ് ഫോഷ്ക്ക് പറഞ്ഞ് സ്വന്തം കാര്യം നേടി കീശ വീർപ്പിച്ചുകൊണ്ട് മറ്റുള്ള മുമ്പിൽ ജാട കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ മനുഷ്യനെ നോക്കി സ്വർഗം ലജ്ജിക്കുക. കുഞ്ഞെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയർന്നാലുണ്ടല്ലോ, നീ താഴെ വീഴുമ്പം നിന്നെ താങ്ങാൻ ആരും ഉണ്ടാവത്തില്ല. ഇങ്ങനെ പറയും, ഈ കല്യാണം കഴിച്ച് സ്വത്രം വീട്ടിൽ വരുന്നതിന് തൊട്ടു മുമ്പ് സ്വത്രം ഇങ്ങനെ പറയും, നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ആദ്യ രാത്രിയിൽ അവരൊന്നായി ചേരാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും അവരത് പറയും, മോളെ
മരണം വന്നാലും നിന്നോടുകൂടെ ഞാൻ ഉണ്ടാകും, മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ പറയുന്നവരുണ്ട്, ഞാൻ നിന്നോട് കൊണ്ടുപോകും, ഞാൻ നിന്നെ വിട്ടു പിരിയത്തില്ല. സ്വത്രം. ഒന്നുമില്ലെങ്കിൽ ആശ്വാസമായിട്ടത് കേൾക്കുമ്പം സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഒരു സന്തോഷമുണ്ടാകും. പക്ഷേ ഒന്ന് ചത്തു നോക്കണം. എന്തിനു പറയുന്നു? ഒന്ന് കിടന്നു നോക്കണം. സ്വത്രം. ഈ പറഞ്ഞവരാരും കാണത്തില്ല, ഉറ്റ സ്നേഹിതനും കാണത്തില്ല, കൂടെ ഇരുന്ന് ബാറിലിരുന്ന് വെള്ളമടിച്ചവനും കാണത്തില്ല, പലിശയ്ക്ക് വാങ്ങിച്ച് കൊണ്ടുപോയി സ്വന്തം കാര്യം നേടി തൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചിട്ട് ഞാൻ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞവനും കാണത്തില്ല. നീ തനിച്ചാകും. സ്വത്രം. ഈ ലോകം അതാ സഹോദരങ്ങളെ. അതുകൊണ്ട് ലോകം പറയുന്നത് കേട്ട് നീ അതിൻ്റെ പിന്നാലെ പോകാതെ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാൻ നീ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ വചനമനുസരിച്ച് അവൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറായാൽ സ്വത്രം, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ താഴ്ചയിൽ നീ കിടക്കുന്നത് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് നിന്നെ ഉയർത്തുവാനാണ്. സ്വത്രം. ഈ പാസ്റ്ററോട് പറഞ്ഞത് ഇവിടെ ഒരു പള്ളി വെക്കടാ കുഞ്ഞേന്ന്. സ്വത്രം. ഒരു ചർച്ച് വെക്കടാ കുഞ്ഞേ. ഇവിടെ ഒത്തിരി പേര് തകർന്നു കിടക്കുന്നു, ഒത്തിരി പേര് രോഗത്തിന് അടിമയായി കിടക്കുന്നു, ഒത്തിരി പേര് ശാപം പേറി ആ മലയിലും ഈ മലയിലും ആ താഴ്വാരത്തിലും ഈ താഴ്വാരത്തിലും ആ വെള്ളത്തിലും അക്കരയിലും ഒക്കെ പോയി സമാധാനം നഷ്ടപ്പെട്ടവരായി ഉഴന്നു നടക്കുന്നു. കുഞ്ഞെ, നീ ഇവിടെ ഒരാലയം പണിതാൽ അവരെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരാം. ദൈവാത്മ പ്രേരിതനായി പ്രിയ അപ്പച്ചൻ ഇങ്ങനൊരു ഹോള് പണിതു. സ്വത്രം. ഈ ഹോളിനകത്ത് നിങ്ങൾ വന്നതല്ല, സ്വർഗത്തിലെ ദൈവം നിങ്ങൾ കൊണ്ടുവന്ന. അങ്ങനെയാണ് ഒരു ഹല്ലേലൂയ പറ. സ്വത്രം. ഈ ഹോളിനകത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. എൻ്റെ കഷ്ടം എന്നു മാറും? എൻ്റെ കണ്ണുനീര് എന്നു നീങ്ങും? എൻ്റെ ചെറ്റപ്പുര എന്നു മാറും? എൻ്റെ കീറുവസ്ത്രം എന്നു മാറും? പാസ്റ്ററെ, ഇപ്പൊ ചെറ്റപ്പുര ഇല്ല പാസ്റ്ററെ. സ്വത്രം. ഇപ്പൊ കീറുവസ്ത്രം ഇല്ല പാസ്റ്ററെ. സ്വത്രം. ഇപ്പൊ കരയാനൊന്നും സമയമില്ല പാസ്റ്ററെ. നീ കരയും. സ്വത്രം. നീ കരയും. നിന്റെ കൂടെ ഉള്ളവരെല്ലാം നിനക്കൊരു രോഗം വന്നാൽ, നിനക്കൊരു കഷ്ടം വന്നാൽ, നിനക്കൊരു സാമ്പത്തിക തകർച്ച വന്നാൽ ആരും കാണത്തില്ല. എന്തിനു പറയുന്നു? സ്തോത്രം. നേരം പ്രഭാതമാകുമ്പോൾ സ്തോത്രം, യോബ് ദൈവത്തിന് സന്നിൽ തൻ്റെ കുഞ്ഞുങ്ങൾ തലേ രാത്രിയിൽ പാപം ചെയ്ത് കാണുമെന്ന് പറഞ്ഞ് സ്വത്രം കാളയെയും ആടിനെയും ഒക്കെ യാഗമർപ്പിച്ച് ദൈവസനെ നീതീകരണം പ്രാപിച്ച ഈ യോബിൻ്റെ അടുക്കൽ പോലും പിശാചി ചെന്നിട്ട് അവൻ്റെ ശരീരം മുഴുവൻ വ്രണമാക്കിയിട്ട് ദൈവത്തെ നിന്ദിച്ച് തള്ളിപ്പറയേണ്ടതിന് അവൻ പ്രേരണ കൊടുക്കുമ്പോൾ സ്വത്രം യോബ് പറഞ്ഞ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനാ ജീവിക്കും. എൻ്റെ ദേഹം ഇങ്ങനെ തന്നെ ഇല്ലാതെ ആയാലും എന്നെ ഉരുവാക്കിയ എനിക്ക് സകലതും തന്ന എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയത്തില്ല. കുഞ്ഞ്, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും അഭിമാനത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ നിന്റെ അയൽവാസികളെയും നിന്റെ കൂടപ്പുറപ്പിനെ ചേർത്ത് പിടിച്ച് ജീവിക്കണം. പണ്ട് നമുക്ക് കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടായിരുന്നു. ഒരു 10-25 വർഷത്തിന് മുമ്പ് ആ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും അണുക്കുടുംബം പോലെ 2 കൊച്ചുങ്ങളായിരുന്നില്ല. ഇന്നുള്ള ആൾക്കാർക്ക് കൊച്ചുങ്ങളെയും വേണ്ടെന്നാണ് പറയുന്നത്. സ്വത്രം. എന്നാൽ അന്നത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും 10 മക്കൾ, 12 മക്കൾ, 15 മക്കൾ, 18 മക്കളുണ്ടായിരുന്നു. മൂത്ത ജോർജിനോട് പറയടാ, ജോർജ്, ഇളയത്തുങ്ങളെല്ലാം നീ നോക്കണം. സ്വത്രം. ഇന്ന് മൂത്ത മോനോട് പറഞ്ഞാൽ മൂത്ത മോൻ അപ്പനെ പാടുന്നു നോക്കണം. എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ മക്കളെ ജനിപ്പിച്ചത്. എനിക്ക് സമയമില്ല. അവന് കള്ളടിക്കാനും കഞ്ചാവടിക്കാനും അവന് സമയം. അപ്പൻ കഷ്ടപ്പെട്ട് കണ്ണുനീരൊഴുക്കി വിയർപ്പൊഴുക്കി കൊണ്ടുവരുന്ന മൊത്തം അപ്പനറിയാതെ മോഷ്ടിച്ചു കൊണ്ടുപോയി കള്ളും കഞ്ചാവും അടിച്ച് തെരുവീതിയിൽ പേക്കൂത്താടിയിട്ട് മാതാപിതാക്കൾക്കൊരു തലവേദനയായി ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കണ്ണുനീരോടെ നിൽക്കുന്ന മാതാപിതാക്കളെ ഒരുപാട് പേരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ 10, 11, 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഈ ഹൈവേയുടെ സൈഡിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചാൽ അതിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കളും കാണും. സ്വത്രം.
ബ്രൗൺ ഷുഗറും കഞ്ചാവും ചരസും പെത്തടിനുമൊക്കെ തിന്നും കുടിച്ചും ബോധം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ആരെ കണ്ടാലും മൈൻഡ് ചെയ്യാൻ നടക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അന്ന് സ്വത്രം ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത കാലം അപ്പന് ഒരു ഉടുവസ്ത്രമേ ഉള്ളൂ. സ്വത്രം അപ്പൻ പുറത്തു പോകണമെങ്കിൽ അമ്മയ്ക്ക് കൊടുത്ത നേരിയത് വാങ്ങിച്ചു ഉടുത്തോണ്ടാണ് പോയത്. അപ്പോഴും മൂത്തമോൻ ജോർജ് തൻ്റെ ഇളയത്തുങ്ങളെ ഒരു കോഴി തൻ്റെ കുഞ്ഞിൻ്റെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ സംരക്ഷിക്കുമായിരുന്നു. വൈകുന്നേരത്ത് സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് അപ്പൻ വീട്ടിൽ വരും. എന്നിട്ട് മറിയാമ്മയെ വിളിക്കും, മറിയാമ്മേ മക്കളെന്തിയേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേര് സന്ധ്യ മയങ്ങി വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മക്കളെ അന്വേഷിച്ചിട്ട് അവരെ കാണാൻ കാത്തിരിക്കും? ഒരല്ലേ പറയാമോ? സമയമില്ല, തിരക്ക് പിടിച്ചോടുക. അപ്പാട് 2 എണ്ണേ ഉള്ളൂ. സ്വത്രം ആ 2 എണ്ണത്തിനോട് വാരി കൂട്ടുക. അതുകൊണ്ട് അവസാനം കൂട്ടി വെച്ചത് പൊട്ടിച്ചെടുത്തോണ്ട് പോട്ടെ നിന്റെ നെഞ്ചത്തെ കത്തി കുത്തി ഇറക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു പുസ്തകമേ ഉള്ളൂ, അത് താണ്ടി ബൈബിളാ. ഇത് ചുമന്നിട്ടുള്ള ഒരു സന്തതിയും, ഇത് ചുമന്നിട്ടുള്ള ഒരു മാതാവും പിതാവും തൻ്റെ തലമുറയോർത്ത് കരയേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇതിനെ കുറ്റം പറഞ്ഞ്, ഇതിനെ തള്ളിക്കളഞ്ഞിട്ട്, നിന്റെ പ്രാർത്ഥനയും പാട്ടും കേട്ട് നിന്നെ പരിഹസിച്ച് ദേശത്തിൽ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് ശത്രു നിന്റെ മുമ്പിൽ നെടുമ്പാട് വിടുന്ന അയ്യം വിളിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. എന്നാൽ നീയോ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്വത്രം പറയട്ടെ, സ്വത്രം. ആ അപ്പൻ അമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മക്കൾക്ക് വല്ലതും കൊടുത്തോ? ഇന്നത്തെ അമ്മമാരാണെങ്കിൽ പറയും, സ്വത്രം അതിന് ഞാൻ അവരെ കണ്ടിട്ടല്ലേ കൊടുക്കേണ്ടത്, അപ്പം നീ കണ്ടില്ലേ? സ്വത്രം അതെങ്ങനെ മനുഷ്യ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ പോയല്ലയോ? സ്വത്രം അല്ല, ഇവിടെ ഉണ്ടോ? സാമ്പത്തിക നന്മ തേടി ഓടുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കോവർ കഴുതയാവരുത്. സ്വത്രം ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗത്തിലെ ദൈവത്തിന് തരാൻ കഴിയും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് സന്ധ്യയുടെ യാമത്തിൽ മുഴങ്കാലും അടക്കി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് സുഖമായി കിടന്നുറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ് അതിരാവിലെ തിരുസന്നിധി അണയുന്ന ഞാൻ പരനെന്ന് പറഞ്ഞ് നിന്റെ മക്കളോട് ചേർന്ന് ഒരു 5 മിനിറ്റ് നീ വചനം വായിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ സന്തതി ആഹാരമിരക്കത്തില്ല. നിന്റെ സന്തതി ഉന്നത വിദ്യാഭ്യാസം നേടുകയും അവർ ലോകത്തിൽ അങ്ങോളിങ്ങോളും പോയി നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ സ്വർഗം അവരെ ഉപയോഗിക്കുകയും ചെയ്യും. LLBയും PhDയും IASഉം IPSഉം എടുത്തിട്ട് സ്വത്രം ജോലിയില്ലാതെ ഒരു 100 ഫോൺ കോൾ എനിക്ക് വരുന്നുണ്ട്. സ്വത്രം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ വല്ലപ്പോഴും ഒരു മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യും. സ്വത്രം അത് കേട്ടിട്ട് വിളിക്കുക, പാസ്റ്ററെ എൻ്റെ മോള് MBBS പാസ്സായി, അമേരിക്കൻ്റെ IELTS എഴുതി, പക്ഷെ ഇതുവരെ ഒരു ജോലി കിട്ടിയില്ല. സ്വത്രം ഞാൻ ഇത്ര വർഷമായി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. സ്വത്രം പാസ്റ്ററെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 17ാമത്തെ പേര് എൻ്റെ മോൻ്റെ പേരാ, പക്ഷേ 30 എണ്ണത്തിനെ വിളിച്ചിട്ടും എൻ്റെ മോനെ വിളിച്ചില്ല. സ്വത്രം ഒന്ന് പ്രാർത്ഥിക്കുക പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കുക പാസ്റ്ററെ. കുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ച് എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരോട് കെഞ്ചാനല്ല, ദൈവത്തോട് അപേക്ഷിക്കാനാ. സ്വത്രം അപ്പൊ ദൈവം പറയും, സ്വത്രം ദേ അവിടെ ഒരു പാവപ്പെട്ട ദൈവദാസനുണ്ട് കേട്ടോ, അവിടെ ചെന്ന് അദ്ദേഹം പറയുന്ന കേട്ട് അനുസരിച്ചാൽ നിന്റെ തലമുറ എരന്ന് നടക്കേണ്ടി വരത്തില്ലെന്ന്. നീ ആ കുഞ്ഞിനെ ഓർത്ത് നീ കരയേണ്ടി വരത്തില്ലെന്ന്. ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ, നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കൾ യഹോവ തന്ന ദാനമാണെന്ന് ആദ്യം പറ. എന്നിട്ട് അവനെ IASനും IPSനും വിടാതെ ആദ്യം ദൈവത്തിൻ്റെ വചനം അവൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്ക്. അവനത് കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കും. സ്വത്രം എനിക്കറിയാം. സ്വത്രം ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വം. ആ മഹത്വം കണ്ടതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. സ്വത്രം മക്കൾ ദൈവം നൽകുന്ന ദാനമാ. സ്വത്രം ആ ദാനത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കൊടുത്താൽ സ്വത്രം നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല.
സ്വത്രം. ആദിരാവിലെ തിരുസന്നിധി അണയുമ്പോൾ നീ പറയേണ്ടത് ഇന്ന് ബ്ലേഡുകാരനെ എങ്ങനെ നിർത്തുമെന്നോ, ഇന്ന് വണ്ടിക്കാരൻ്റെ വണ്ടിയുടെ കൂലി എങ്ങനെ കൊടുക്കുമെന്നോ, ഇന്ന് പോകുന്ന സ്ഥലത്ത് ഞാൻ കെട്ടിടത്തിന് മേളിൽ കയറുമ്പം സ്വത്രം ഞാൻ ആഗ്രഹിക്കുന്നത് കാണുവാൻ എനിക്ക് ഇടതരണമെന്നല്ല പറയേണ്ടത്. പിന്നെയോ കർത്താവേ, ഒരു പ്രഭാതം നീ എനിക്ക് തന്നെങ്കിൽ ഈ പകൽക്കാലം എനിക്ക് വേണ്ടത് കരുതുവാൻ അങ്ങയ്ക്ക് കഴിയും. ഞാൻ വീണു പോകാതെ നിൽപ്പാനുള്ള കൃപ എൻ്റെ മേൽ പകരണമെന്ന് ഏതു വ്യക്തി ദൈവത്തോട് പറയുമോ, ആ പറയുന്ന വ്യക്തിയെ പകൽക്കാലം മുഴുവനും സ്വർഗത്തിൽ കാക്കും. ഒരനർത്ഥവും നിനക്ക് വരാതെ വണ്ണം നീ പോകുന്ന വഴിയിൽ പതിയിരുന്ന് നിന്നെ തകർക്കുവാൻ, നിന്നെ തളർത്തുവാൻ സ്വത്രം ശ്രമിക്കുന്ന പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് നിനക്ക് ജയം തന്ന് നീ സന്തോഷത്തോടെ നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് സന്ധ്യയുടെ യാമത്തിൽ വീട്ടിൽ വന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും സ്വർഗം മുഖാന്തരങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ നിന്റെ പേഴ്സ് നിറഞ്ഞിരിക്കും, നിന്റെ കലവറ നിറഞ്ഞിരിക്കും. നീ ഒരു അനുഗ്രഹമാകും. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയുള്ളൂ. അത് യേശു ക്രിസ്തു പറഞ്ഞ വഴിയും സത്യവും ജീവനും ആയ ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്വത്രം, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആ വാക്ക് കേട്ട് അനുസരിക്കാതെ അനുസരണം കെട്ടവരായി ഈ ലോകത്ത് ജീവിക്കുന്ന ചിലരെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഈ ശുശ്രൂഷയോട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം, സ്വത്രം 2 തിമോഥെയോസ് 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യം. 2 തിമോഥെയോസ് 3-ാം അധ്യായം 2 മുതൽ 5 വരെ. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്രം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമാണ്, ബാക്കിയൊന്നും പറയുന്നില്ല. ഭക്തിയുടെ വേഷം, കറുത്ത പാൻറ്, വെള്ള ഷർട്ട്, മീശ എടുത്ത് താടി എടുത്ത് സ്വത്രം എവിടെ പോവുക? സ്വത്രം ഞാൻ യേശുവിനെ ഉയർത്താൻ പോവുക. യേശുവിൻ്റെ സ്നേഹം അവൻ്റെ ഹൃദയത്തിനകത്തോ അവൻ്റെ 7 അയലത്തോ ചെന്നിട്ടില്ല. യേശു കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ലെന്ന്. സ്വത്രം ഭോഗപ്രിയരായി നിഗളികളായി അഹങ്കാരികളായി ധാർഷ്ട്യക്കാരായി പോകുന്നവനല്ല യേശു തേടി വന്നത്. കേട്ടോ, ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മറ്റുള്ള മുമ്പിൽ എന്തൊക്കെ ആകാൻ ശ്രമിക്കുന്നവരെ തേടിയല്ല വന്നത്. പിന്നെയോ തന്നെത്താൻ താഴ്ത്തി ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് ദൈവമേ നീ എന്നെ ഉയർത്തണമേ എന്ന് പറയുന്നവരെ തേടിയാ വന്നത്. സ്വത്രം അതാഗ്രഹിക്കുന്നവനെ തേടിയാ വന്നത്. സ്വത്രം എന്താ പറഞ്ഞത്? എന്താ മോനെ ആദ്യത്തെ വാക്യം പറഞ്ഞത്? സ്വസ്നേഹം. ഇവിടെ ആരും സ്വസ്നേഹികളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിലുണ്ട്, അങ്ങ് പുനലൂര്, കൊല്ലത്ത്. സ്വത്രം ആ സ്വസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വത്രം. ഒരു വീട്ടിനകത്ത് ചെന്നാൽ അപ്പനും അമ്മയും മക്കളും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന കാണാനില്ല. കോളേജ് വിട്ട് സ്കൂള് വിട്ട് വീട്ടിൽ വന്നാൽ പുസ്തകം വലിച്ച് കട്ടിലോട്ട് എറിഞ്ഞിട്ട് കഥ കടയ്ക്കും. സ്വത്രം എന്നിട്ട് വരയ്ക്കാൻ തുടങ്ങും. സ്വത്രം ഉണ്ണണ്ട, ഉടുക്കണ്ട, കുളിക്കണ്ട, നനയ്ക്കണ്ട, വരയ്ക്കുക. സ്വത്രം എന്നിട്ട് കൂടെ കൂടെ ശൂഷി എന്നൊക്കെ ഒന്ന് കേൾക്കാം. അകത്ത് ശ്രദ്ധിച്ച നമുക്കതിന് എവിടുന്ന സമയം. സ്വത്രം കുഞ്ഞേ, നിന്റെ തലമുറ നശിക്കുന്നത് നീ കാരണമാ. ബാലന് പറഞ്ഞു കൊടുക്കേണ്ട ചെല്ല് മാത്രം കൊടുത്താൽ പോരാ, ചോറ് മാത്രം കൊടുത്താൽ പോരാ, ചെല്ലും കൊടുക്കണം. ഒരു വല്ലാത്ത ലോകത്തിൽ ഞാനും എത്തിപ്പെട്ടിരിക്കുക. ഇപ്പം അപ്പനെ കാണണമെങ്കിലും അമ്മയെ കാണണം, നേരിട്ട് ചെല്ലാൻ വയ്യാത്തതുകൊണ്ട് മൊബൈലിൽ കൂടെ കാണുന്നത്. സ്വത്രം ഇതുപോലെ ഒരു ദിവസം നിന്നെ സ്വർഗം കാണും. സ്വത്രം അന്ന് നീ ചെയ്തതും കാണിച്ചതുമെല്ലാം സ്വർഗം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. സ്തോത്രം ആ കുറിച്ച് വെച്ചതിൻ്റെ പ്രതികൂലമായി കർത്താവ് വരും. കേട്ടോ, അന്ന്
നീ കൈവിടപ്പെട്ടു പോകല്ലേ. അങ്ങനെ കൈവിടപ്പെട്ടു പോയാൽ ഈ ലോകത്തിൽ കെടാത്ത തീയിലും ചാകാത്ത പുഴുവിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അയ്യോ പാസ്റ്റേ പേടിപ്പിക്കല്ലേ പാസ്റ്റേ. ഇല്ല കുഞ്ഞേ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ നീ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളാനാ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വസ്നേഹികൾ, അപ്പനെ ഇഷ്ടമല്ല, അമ്മ ഇഷ്ടമല്ല, കൂടപ്പുറപ്പുള്ള ഇഷ്ടമല്ല, ദേശക്കാരെ ഇഷ്ടമല്ല, കൂട്ടുകാരെ ഇഷ്ടമല്ല, നാട്ടുകാരെ ഇഷ്ടമല്ല. ഇപ്പം അവൻ ഒരേ ഒരു ചിന്തയുള്ളൂ, മൊബൈൽ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ദ്രവ്യാഗ്രഹം. ആരെ കൊന്നും ആരെ കളിപ്പിച്ചും ആരെ ചതിച്ചും ആരെ വെട്ടിച്ചും സ്വന്തം പോക്കറ്റ് കാശുണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ച് തത്രപ്പെട്ട് വെപ്രാളപ്പെട്ട് ഓടുന്നവർ. ഇന്ന് രാത്രികാലം ഒരു സങ്കടകരമായ ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. അത് ഇവിടെയല്ല കേട്ടോ, അത് വിദേശത്താണ്. സ്വത്രം. ഞാൻ ദുബായിയുടെ തെരുവിൽ ഇങ്ങനെ നിൽക്കുമ്പം അതിരാവിലെ സ്വത്രം ഞാൻ നടക്കാൻ ഇറങ്ങുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. സ്വത്രം ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ സ്വത്രം ഒരു വണ്ടി കൊണ്ടുവന്ന് സൈഡിൽ ഇങ്ങനെ ചവിട്ടി. ആ വണ്ടിക്കകത്തോട്ട് ഞാൻ വിചാരിച്ചു വല്ല പോലീസ് എങ്ങാണമായിരിക്കുന്നു. സ്വത്രം വണ്ടി കൊണ്ട് ചവിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തുവാ, വണ്ടിക്കകത്തിരുന്നോണ്ട് സ്വത്രം അച്ചായൻ അമ്മാമ്മയ്ക്ക് വാരി കൊടുക്കുന്നു. അതിരാവിലെ സ്വത്രം വീട്ടിൽ ഇരുന്ന് തിന്നാൻ സമയമില്ല. സ്വത്രം മക്കൾ ഉണർന്നു വരുമ്പം അപ്പനും അമ്മയും വീട്ടിലില്ല. ആ മക്കൾ വഴിതെറ്റിപ്പോയ ആരാ കുറ്റക്കാർ? ഹലോ, ഇവിടെ ഉണ്ടോ? സ്വത്രം മക്കൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് വാടിയ മുഖത്തോടെ വീട്ടിൽ വരുമ്പം സ്വത്രം ആരില്ല? അപ്പനില്ല, അമ്മയില്ല. കുഞ്ഞെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അല്ലേ നീ ഈ നെട്ടോട്ടം നെടിയോട്ടം ഓടുന്നത്? ആ തലമുറ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം നീ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നീ ആഗ്രഹിക്കുന്ന അളവിലാണ് നിന്റെ കുഞ്ഞ് നിന്നോട് കൂടെ നിൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിനക്ക് ബോധ്യം വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം പറ, എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവേ, എൻ്റെ തലമുറയെ ബലപ്പെടുത്തുവാനും എൻ്റെ തലമുറയെ അനുഗ്രഹിക്കാനും അങ്ങയ്ക്ക് കഴിയും. ഞാനിതാ എന്നെ നിൻ്റെ കാര്യത്തിൽ തരുന്നെന്ന് പറ. നീ ആദ്യം നിന്നെ ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ട് നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്ക്. സ്വത്രം ഒന്നുകൂടി ചേർത്ത് പറയട്ടെ. അത് പറയുമ്പം സ്വത്രം അമ്മച്ചിമാർ, നമ്മുടെ പഴയകാല അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, സ്വത്രം അപ്പച്ചൻ രാവിലെ തൂമ്പ എടുത്തുകൊണ്ട് പാടത്ത് പറമ്പിൽ പണിക്കും. അമ്മച്ചി കുറേ ആടും കോഴിയും കുറേ മാടുമാട്ട് ആ പറമ്പിൽ കടന്ന് ഇങ്ങനെ വിരവി അതിനൊക്കെ വേണ്ടുന്ന കൊടുക്കുമ്പം സ്വത്രം ജോർജിനെ വിളിച്ച്, ജോർജെ കൊച്ചുങ്ങൾ എവിടെ നോക്കണം, അവരെ കുളിപ്പിച്ച് ഒരുക്കി പള്ളിക്കുടുത്തി കൊണ്ടുപോയി അവരെ സ്കൂളിൽ പഠിപ്പിച്ച് കൊണ്ടുവരണമെന്ന് പറയും. ജോർജ് അതിനെല്ലാം റെഡിയാ. സ്വത്രം ആ അമ്മച്ചിയുടെ ഒരു മക്കളും പിഴച്ചു പോയില്ല. ആ ഒരു മക്കളും നഷ്ടപ്പെട്ടു പോയില്ല. അന്നത്തെ വിദ്യാഭ്യാസം ഏറ്റവും വലിയ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രിയാണ്. ഇന്ന് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ആർക്കും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 2 ക്ലാസ്സോടെ പഠിക്കുക, അതാണ് പ്രീ ഡിഗ്രി. സ്വത്രം ഇന്നത്തെ +2 +1 എന്ന് പറയുന്ന സാധനം. സ്വത്രം അന്ന് പ്രീ ഡിഗ്രി, അന്ന് കോളേജിലാണ് പോകുന്നത്. സ്വത്രം കോളേജിൽ പോകുന്ന ഭയങ്കര ഗമയാണ്. സ്വത്രം കാരണം എവിടെ പഠിക്കുന്നത്? കോളേജിലാണ്. സ്വത്രം അന്നത്തെ ആ വലിയ വിദ്യാഭ്യാസം കോളേജ് കഴിയുമ്പോൾ നേരെ MBBSനാണ് പോകുന്നത്. സ്വത്രം ഇന്ന് നിൻ്റെ കുഞ്ഞിനെ സ്വത്രം പാലുകുടി മാറിയാലുണ്ട് MBBS എന്ന് പറഞ്ഞ് നീ അങ്ങ് കയറൂരി വിടുകയാ. രാവിലെ കുഞ്ഞിനെ ട്യൂഷൻ, സ്പെഷ്യൽ ട്യൂഷൻ. ഞായറാഴ്ച പാസ്റ്റ്, ശനിയാഴ്ച വൈകുന്നേരത്ത് പാസ്റ്റ് പറയും, നാളെ കാത്തിരിപ്പ് കൂട്ടമുണ്ട്, നാളെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നുണ്ട്, നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ട് വരണേ എന്ന് പറഞ്ഞാൽ മേരിക്കുട്ടി അന്നേരം പറയും പാസ്റ്റ് തുടങ്ങി. സ്വത്രം യോനാച്ചൻ പറയും, ഇങ്ങാർക്ക് ഈ കൊച്ചുകട ഈ പഠിത്തത്തിൻ്റെ സമയത്തെ വെക്കാൻ സമയമുള്ളൂ. നിൻ്റെ കാര്യം പോക്കാടാ കുഞ്ഞെ, പോക്കാടി കുഞ്ഞെ. നീ ദൈവത്തെ മറന്നിട്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ നീ ഓടുന്ന ഓട്ടത്തിൽ നിൻ്റെ കുഞ്ഞ് എവിടെ പോകുന്നു എന്നുള്ള കാര്യം നീ മറന്നു പോകല്ല്. എന്നാൽ അവന് കൊടുക്കുന്ന ദൈവവചനം അവൻ്റെ ഹൃദയത്തിനകത്ത് ആഴമായി കൊടുത്തിട്ട് നീ അവനൊന്ന് പറഞ്ഞു വിട്ട് നോക്ക്. അവൻ ഒരു വഴിയിലും കള്ളടിച്ച് കഞ്ചാവടിച്ച് കിടക്കത്തില്ല കേട്ടോ. അവൻ്റെ മേൽ ഓരോരുത്തരും കത്തിയെടുത്ത് കൂത്തത്തില്ല കേട്ടോ. അവനെ ഒരു പോലീസും പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ട് ഇടിക്കത്തില്ല. അവൻ ഓടിക്കുന്ന വാഹനം എങ്ങും ഇടിച്ചു
തിരിച്ചു മറിഞ്ഞിട്ട് അപ്പനും അമ്മയ്ക്കും കണ്ണുനീരും നിലവിളി കൊടുക്കത്തില്ല. കാരണം അവനെ കാക്കുവാൻ ദൈവത്തിന് ദൂതന്മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ്, നീ ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന് ദൂതന്റെ കാവലുണ്ടായിരുന്നു കൊണ്ടാ. 60 വയസ്സ്, 70 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 15 വയസ്സ്, 7 വയസ്സ്, ഈ കാലം ഇത്രയും വീണു പോകാതെ താങ്ങി നിർത്തിയ സർവശക്തന്റെ കരമാണെന്ന് വിശ്വസിച്ചിട്ട് അവന് മഹത്വം കൊടുത്തുകൊണ്ട് അവന്റെ വചനം പറയുന്നതനുസരിച്ച് നീ നിന്നാലുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ നിലവിളിച്ച് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്ന് മറ്റുള്ളവരുടെ സഹായം ചോദിച്ച് നടക്കേണ്ടി വരത്തില്ല. സ്വത്രം സ്വത്രം ഓക്കെ. ആ കുഞ്ഞുങ്ങളെല്ലാം പറന്നക്കരെ നടത്തി. സ്വത്രം. ഇപ്പം ആ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോട് ചോദിക്കണം. സ്വത്രം. ഇന്നത്തെ അപ്പച്ചന്മാരോട് ചോദിച്ചാൽ, അമ്മച്ചിമാരോട് ചോദിച്ചാൽ പറയും, എൻ്റെ പൊന്നു പാസ്റ്ററേ, 2 എണ്ണ ഉള്ളെങ്കിലും എനിക്കൊരു സ്വസ്ഥതയില്ല. അവൻ രാവിലെ, അവള് രാവിലെ വീട് വിട്ട് പോയി വരുന്നവരും മനസ്സിൽ തീയാ പാസ്റ്ററേ. എന്നാൽ അന്ന് 10 മക്കളും 15 മക്കളും അമ്മ പറയും, എൻ്റെ മക്കളെ ദൈവം കാത്തോളും. അപ്പം പറയും, എൻ്റെ കൂട്ടാളിയെ ദൈവം കാത്തോളും. ഞാൻ അവർക്ക് വേണ്ടിയാണ് പോയത്, അവർക്ക് വേണ്ടിയാണ് വിയർപ്പൊഴുക്കുന്നത്. അതാ മക്കൾക്കറിയാം. കാരണം അപ്പൻ വൈകുന്നേരത്ത് അടിച്ച് വീലൂരി 4-ാം കാലിലല്ല വീട്ടിൽ വരുന്നത്. വന്ന് കയറിയാൽ മുഴങ്കാല് മടക്കി ദൈവത്തിനൊരു നന്ദി പറയും. എന്നിട്ട് മക്കളെ വിളിച്ച് അടുത്തിരുത്തിട്ട് സ്നേഹസല്ലാപങ്ങൾ നടത്തും. ഇന്ന് എത്ര പിതാവ്, എത്ര മാതാവ് തൻ്റെ കുഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലുണ്ടാവും. തൊഴിലുറപ്പ്. പിശാച് എന്നെ കൊണ്ടുവന്ന് കെട്ടിയ ഒരു കെട്ടാ അത് കേട്ടോ. സത്യം. തൊഴിലുറപ്പ്. എത്ര കിട്ടിയിട്ട് നിനക്ക് തികയുന്നില്ല, മൊത്തം നീ ബാങ്കിലും പലിശക്കാർക്കും കൊടുക്കല്ലേ. നീ അത് മാറ്റി വെച്ചൊരു ദൈവസേന കരയാൻ തുടങ്ങുക. എൻ്റെ കുഞ്ഞുങ്ങളെ ഉറപ്പിക്കാൻ, എൻ്റെ കൂട്ടാളിയെ ഉറപ്പിക്കാൻ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമെന്ന് പറ. സ്വത്രം. പാസ്റ്ററെ, അതുകൊണ്ടാ പാസ്റ്ററെ ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോന്നത്. സ്വത്രം. പിന്നെ ഇതുണ്ടായിട്ടാണ് നീ കഞ്ഞി കുടിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷം കോവിഡിൻ്റെ സമയത്ത് നീ ഏത് ഉറപ്പിന് പോയി ഇരുന്നിട്ടാ നിനക്ക് കിട്ടിയത്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ തളർന്നു പോകയില്ല, ക്ഷീണിച്ച് പോകയില്ല. ഞാൻ തൊഴിലുറപ്പിന് പോകുന്നവരെ കുറ്റം പറയല്ല കേട്ടോ. നിൻ്റെ കുടുംബം നോക്കിയിട്ട്, നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട്, നിൻ്റെ കൂട്ടാളിയുടെ നന്മ അന്വേഷിച്ചിട്ട് നീ തൊഴിലുറക്കാനും തൊഴിലിരിക്കാനും പോകാവുള്ളൂ. ഇല്ലാതെ നീ കുടുംബം വിട്ട്, കുഞ്ഞുങ്ങളെ വിട്ട്, പണം പണം പണമെന്ന് പറഞ്ഞ് നീ എവിടെ ഓടിയാലും നീ തിരിച്ചു വരുന്നത് കണ്ണുനീരോടെ ആയിരിക്കും. സ്വത്രം. ഇനി സന്തോഷത്തോടെ അല്പനിമിഷം നീ ഇരുന്നാലും അടുത്ത ദിവസം നീ രോഗിയായി മാറും. അന്ന് നീ ഉണ്ടാക്കിയ നന്മ മുഴുവനും ഡോക്ടർമാരെ കൊണ്ടുപോയി തിന്നും. അത് തിന്നാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം പറയട്ടെ, എല്ലാം നല്ലതാ, എല്ലാം നല്ലതിനാ, എല്ലാം നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ, എല്ലാം നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ. പക്ഷെ ദൈവത്തെ കൂടാതെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അനുസരിക്കാതെ നീ എന്തൊക്കെ ഈ ലോകത്തിൽ നേടിയാലും അതിനൊക്കെ വില കൊടുക്കുന്ന സമയം വരുമ്പോൾ നിന്നോട് കൂടെ നിൽപ്പാൻ ആരും കാണത്തില്ല. നിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് കുടുകൂടാ മറിയുമ്പോൾ അതൊന്ന് കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ നിന്നോട് കൂടെ നിന്റെ കൂട്ടാളി പോലും കാണത്തില്ല കുഞ്ഞെ. സ്വത്രം. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുൻപാകെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കരുകളെക്കുറിച്ച് പറയുവാൻ സ്വർഗം എൻ്റെ നാവിന് ബലം തന്നത് ഞാൻ ഈ ലോകത്തിൻ്റെ മോഹത്തെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ചത് കൊണ്ട്. ഇന്ന് രാത്രികാലം പറയട്ടെ, സ്വത്രം, സർവശക്തനായ ദൈവം പറയുകയാണ്, സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ഏഷണിക്കാരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ ബഹുമാനമില്ലാത്തവരുമായി ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ച് പ്രിയരെ യാത്ര ചെയ്യുന്നതിൻ്റെ അവസാനം വളരെ ദയനീയമായിരിക്കും. സ്വത്രം. സ്വത്രം. ഓക്കെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അവർ പറയുന്നത് കേട്ട് അനുസരിക്കുക, നിനക്ക് നന്മയുണ്ടാകും. സ്വത്രം. പോറ്റി വളർത്തി 18 വയസ്സുവരെയും
കണ്ണ് വളരുന്നോ, കാല് വളരുന്നോ, കൈ വളരുന്നോ നോക്കി ചേർത്ത് പിടിച്ച അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട്, അപ്പൻ്റെ മുഖത്ത് നോക്കി കാറ് തുപ്പിയിട്ട്, ഇന്നലെ കണ്ട ഏതോ ഒരുത്തൻ്റെ കൂടെ ചാടി ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന കുഞ്ഞെ, നീ കരയും, നീ ജയിക്കയില്ല. ഒരു പക്ഷെ നിന്റെ ചോരത്തിളപ്പ് കൊണ്ട് ഒരു പക്ഷെ നീ ഇപ്പം പറയും, അപ്പനില്ലെങ്കിൽ എന്താ, അമ്മ ഇല്ലെങ്കിൽ എന്താ, എന്നെ സ്നേഹിക്കാൻ ചേട്ടനുണ്ട്. ആ ചേട്ടൻ ചോട്ടനാണെന്നുള്ള കാര്യം ഇത്തിരി കഴിയുമ്പോൾ നീ അറിയും. സ്വത്രം. നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ ചിരി വരുന്നു. സ്വത്രം. സഹോദരങ്ങളെ ചുമ്മാതെ പറയല്ല കേട്ടോ, ദിവസവും കാണുന്ന കാര്യമോ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ മക്കളെ ഓർത്ത് നീ കരാതെ ഇരിക്കണമെങ്കിൽ ദൈവവചനം പഠിപ്പിച്ച് ദൈവസന്നിധി കൊണ്ടുവന്ന് ദൈവദാസൻ്റെ കരം വെപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ പള്ളിക്കുടുത്തി കൊണ്ടാക്ക്. എന്നിട്ട് ഞായറാഴ്ച പകലിലും ഉപവാസ പ്രാർത്ഥനയുള്ള പകലിലുമൊക്കെ ദൈവദാസനോട് കൂടെ ചേർന്നിരുന്ന് യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത് എന്നൊന്ന് പാടിച്ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് നിനക്ക് രക്ഷ പ്രാപിക്കാം. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാ, നിന്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെട്ട കൂട്ടാളിയാ, നിന്റെ കുടുംബമുണ്ടല്ലോ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. അത് നീ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് നീ ദൈവത്തിന് മുഴുമഹത്വം കൊടുക്ക്. നിന്നെ പഴിക്കുന്നവർ, നിന്നെ കുറ്റം പറയുന്നവർ, നിന്നെ ദുഷിക്കുന്നവർ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് പരാതി പറഞ്ഞ് അങ്ങനെയും ഇങ്ങനെയും കയറി ഇറങ്ങി അവളെന്നെ പറഞ്ഞു ഇവരെന്നെ പറഞ്ഞു പറഞ്ഞ് പരാതി പറയാതെ നിന്റെ സങ്കടങ്ങൾ നീ ദൈവത്തോട് പറയുവാൻ തയ്യാറുണ്ടെങ്കിൽ സ്വർഗം അത് ആനന്ദമാക്കി മാറ്റും. എല്ലാ കണ്ണുകളും അടയട്ടെ. നിന്റെ കുഞ്ഞിനെ ഓർത്താണോ ഇന്ന് രാത്രികാലം നീ ഇവിടെ ഇരുന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ കൂട്ടാളിയുടെ രോഗത്തെ ഓർത്തിട്ടാണോ നീ വല്ലാതെ വേദനപ്പെടുന്നത്? മറ്റുള്ളവരെ ഭവനം പോലെ നിനക്കൊരു ഭവനമില്ലല്ലോ എന്നോർത്താണോ നീ കരയുന്നത്? നടന്ന് ക്ഷീണിച്ച് ഇനി നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ വീണ് തകർന്നു പോകത്തേ ഉള്ളൂ, എനിക്കൊന്നിനും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നീ നീങ്ങിപ്പൊട്ടുകയാണോ? കുഞ്ഞേ, എൻ്റെ യേശുവിനോട് പറ, എൻ്റെ യേശുവിനോട് പറ, എൻ്റെ കർത്താവ് നിന്നെ ജീവകാലം മുഴുവനും എന്ന് പറഞ്ഞാൽ നരയ്ക്കുവോളം നിന്നെ ചുമക്കാമെന്നാണ് പറഞ്ഞത്. സ്വത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ചിട്ട് അപ്പനെയും അമ്മയും അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന മാതൃക പിൻപറ്റി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഇന്ന് രാത്രികാലം പറഞ്ഞവസാനിപ്പിക്കട്ടെ, വഴിയിൽ നീയോ നിന്റെ സന്തതിയോ പട്ടുപോകത്തില്ല. നിന്റെ സന്തതി തല ഉയർത്തി നിന്നുകൊണ്ട് പറയും, എൻ്റെ അപ്പൻ ദൈവത്തെ സേവിച്ചതിൻ്റെ പ്രതിഫലമാ ഞാൻ, എൻ്റെ അമ്മ ദൈവത്തെ സേവിച്ചതിൻ്റെ പ്രതിഫലമാ ഞാൻ, എൻ്റെ കുടുംബം ദൈവത്തെ ആരാധിച്ചതിന് നന്മയാ ഞങ്ങൾ കാണുന്നത്. സഹോദര, ഈ ദൈവം സകലത്തിനും മതിയായവനാ. സഹോദരി, ഈ ദൈവം സർവത്തിനും മതിയായവളാന്ന് നീ ഒന്ന് പറയാൻ നിന്റെ നാവ് ചലിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം മുഴുമഹത്വം ദൈവത്തിന് കൊടുത്ത് സർവശക്തനായ ദൈവം നിന്നെ താഴ്ത്തുകയില്ല. അവൻ നിന്നെ ഉയർത്തി മാനിപ്പാൻ ശക്തനാ. ആ ശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ താഴ്ത്തി കൊടുത്തിട്ട് പറ, നീ മാത്രം മതി. നിന്റെ കൃപ എന്നിൽ നിന്ന് എടുത്ത് കളയല്ലേ. കർമ്മേലിന്റെ കൊടുമുടിയിൽ 800 ചില്ലുവാനം മന്ത്രവാദികൾ രാവിലെ മുതൽ ബാലേ ഇറങ്ങിവാ, ബാലേ ഇറങ്ങിവാ എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിക്കുമ്പോൾ നിർനിമേഷനായി ഏലിയാ ഒറ്റയ്ക്ക് കർമ്മേലിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാ. നോക്ക്, രാവിലെ മുതൽ രക്തം ചിന്തി ശരീരങ്ങൾ മുറിച്ച് അവർ നൃത്തം ചെയ്ത് അവർ തുള്ളിച്ചാടി അവർ എന്തൊക്കെ കോലങ്ങൾ കാണിക്കാം അതൊക്കെ കാണിച്ചിട്ട് ബാലെ ഇറങ്ങി വാ, ഈ ഏലിയാവിൻ്റെ ദൈവത്തിൻ്റെ തല തകർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് നിർനിമേഷനായി അവിടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. കുഞ്ഞേ, നിനക്കെതിരെ ശത്രുവാട കോരുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ശത്രുവാട കോരുമ്പോൾ, നിന്നെക്കുറിച്ച് അസഭ്യം പറയുമ്പോൾ, നിന്റെ തലമുറ തകർന്നു പോകും നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ, നീ ഗതി പിടിക്കത്തില്ലെന്ന് പറയുമ്പോൾ, നീ അവരോട് പരാതി പറയാൻ പോകണ്ട, ഇവരോട് പരാതി പറയാൻ പോകണ്ട, അവരോട് ഇവിടെ പരിഹസിക്കാനും പിണങ്ങാനും പോകണ്ട. നിന്റെ സങ്കടം നീ ദൈവത്തിന്റെ സന്നിധി പകര്.
ബാലിന്റെ പ്രവാചകന്മാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതെല്ലാം ഏലിയാവിൻ്റെ കാതുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഭോജനയാഗത്തിന് സമയമാകുമ്പോൾ. വല്ലതും മനസ്സിലായോ? ഭോജനയാഗം എന്ന് പറഞ്ഞാൽ അറിയാവുന്നവരൊന്ന് പറയാമോ? സ്വത്രം അറിയാവുന്നവരൊന്ന് പറയുമോ? ഭോജനയാഗത്തിന് സമയമായപ്പോൾ. സ്വത്രം ഭോജനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭക്ഷണം. സ്വത്രം ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിർത്തടാ, മതി. സ്വത്രം നിന്റെ സമയം കഴിഞ്ഞു, ഇനി എനിക്കുള്ള സമയമാ. പിശാച് നിനക്കെതിരെ പോരാടാൻ ഒരു സമയമുണ്ട്. എന്നാൽ ആ പിശാചിനെ തല തകർത്ത് കഴിഞ്ഞാൽ ജയിക്കാൻ നിനക്ക് ഒരുപാട് സമയമുണ്ടാവും. സ്വത്രം നീ തോറ്റവൻ്റെ സന്തതിയല്ല. സ്വത്രം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും തോൽപ്പിക്കാൻ കടന്നു വന്ന പിശാചിൻ്റെ തല തകർത്തവൻ്റെ പൈതലാ നീ. അങ്ങനെയാണ് നീ ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തണം. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഏലിയാവ് നിന്നുകൊണ്ട് രണ്ട് വാക്കേ പറഞ്ഞുള്ളൂ: സ്വത്രം, നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റെ ദാസൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം മേലോട്ട് വായിച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് വെച്ചു. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, ഇങ്ങനെ കുറേ ഗോത്രപിതാക്കന്മാരുണ്ട്. അവരുടെ പേരിൽ 12 കല്ലെടുത്ത് യാഗപീഠം പണിതു. എന്നിട്ട് വെള്ളം അതിന് വട്ടം ഒഴിച്ചു. സ്വത്രം അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ദൈവം. ഇന്ന് രാത്രികാലം എത്രക്ക് പറയാൻ കഴിയും? ഞാൻ നിൻ്റെ ദാസൻ. ഒന്ന് പറയാമോ? എന്ത് തന്നെ കുറവുണ്ടെങ്കിലും ഇന്ന് രാത്രികാലം ദൈവം ക്ഷമിക്കാൻ മതിയായവനാ. സ്വത്രം എത്ര വലിയ ഭാരമേറിയ വിഷയമാണെങ്കിലും അതിനെ മാറ്റുവാൻ ഇന്ന് രാത്രികാലം യേശു മതിയായവനാ. എത്ര വലിയ തീരാത്ത രോഗമാണെങ്കിലും അതിനെ ശമിപ്പിക്കുവാൻ യേശു മതിയായവനാ. നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് നീ പറയണം, നീ എൻ്റെ ദൈവം. എന്നിട്ട് പറയണം, ഞാൻ നിന്റെ ദാസൻ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, കണ്ണടച്ചേ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. 800 ചിൽവാനം മന്ത്രവാദികളും അശേര പ്രവാചകന്മാരും കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഏലിയാവിനെയും ഏലിയാവിൻ്റെ ദൈവത്തെയും വെല്ലുവിളിക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞ ഒരു വാക്കാണ്: നീ എൻ്റെ ദൈവം, ഞാൻ നിന്റെ ദാസൻ. നീ മൂലമാണ് ഞാനിതൊക്കെ പ്രവർത്തിച്ചതെന്ന് ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഏലിയാവ് പറയുമ്പോൾ സ്വർഗം അവൻ്റെ മുമ്പിൽ തീയിറക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം കുഞ്ഞേ, നീ ദൈവത്തിൻ്റെ പൈതലാണെന്ന് നിനക്ക് പറയാൻ കഴിയുമെങ്കിൽ നീ പറയുന്നതിന് മുമ്പിൽ ദൈവം ഇറങ്ങി വരും. എത്ര വലിയ ഭാരമേറിയ വിഷയമാണെങ്കിലും, എത്ര പഴക്കം ചെന്ന രോഗമാണെങ്കിലും, എത്ര തീർത്താൽ തീരാത്ത കടബാധ്യതയാണെങ്കിലും എൻ്റെ ദൈവം എൻ്റെ സകല ബുദ്ധിമുട്ടുകളെ മാറ്റുവാൻ കഴിവുള്ളാണെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ ദൈവമാണെന്ന് ഇന്ന് രാത്രികാലം ഒന്ന് പറഞ്ഞ് സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നിനക്ക് രക്ഷപ്പെടണമോ? നിനക്ക് നന്മ പ്രാപിക്കണമോ? നിനക്ക് സമാധാനം വേണമോ? നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച നിനക്ക് കാണണമോ? സ്വത്രം എൻ്റെ യേശു കർത്താവിനെ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവൻ്റെ രക്ഷകനാണെന്ന് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് വചനം പറയുന്ന പ്രകാരം നീ നിന്നാൽ നീ ഒരു അനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ സ്വർഗം അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേക്കാം. കർത്താവേ, ആ അനുഗ്രഹം എനിക്ക് വേണം, ആ നന്മ എനിക്ക് വേണം. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു.